നമ്മൾ മനുഷ്യർ മാത്രമാണ് ബുദ്ധിയുള്ളവർ എന്ന് പലപ്പോഴും കരുതുന്നത്. എന്നാൽ പ്രകൃതിയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആഴക്കടലുകൾ മുതൽ ആകാശവും നമ്മൾ നടക്കുന്ന ഭൂമിയിൽ വരെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മളുടെ ധാരണകളെ വെല്ലുവിളിക്കുകയും അത്ഭുതകരമായ ബുദ്ധിയുള്ള ജീവികളുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള 5 ജീവികളെ കുറിച്ച്. വാക്കുകളിലൂടെ അല്ലാതെ ഉയർന്ന ശബ്ദങ്ങളിലൂടെയും വിസിലുകളിലൂടെയും ആശയവിനിമയം നടത്തുന്ന ഒരു ലോകം സങ്കല്പിക്കുക. കടലിലെ ഐസ്റ്റിയന്മാരായ ഡോൾഫിനുകളുടെ ലോകത്തിലേക്ക് സ്വാഗതം. ഡോൾഫിനുകൾക്ക് വലിയ തലച്ചോറാണ് ഉള്ളത്. നമ്മളെ പോലെ തന്നെ അവർക്കും പരസ്പരം പേരുകളുണ്ട്. ഡോൾഫിനുകൾ മറ്റ് ഡോൾഫിനുകളെ തിരിച്ചറിയാൻ പ്രത്യേകതരം വിസിലുകൾ ഉപയോഗിച്ചാണ് വിളിക്കുന്നത് എന്ന് സയന്റിസ്റ്റുമാർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ഡോൾഫിനുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വിദഗ്ധരാണ്. വലകളിൽ നിന്ന് രക്ഷപ്പെടാനും മത്സ്യം വേട്ടയാടാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനും വസ്തുക്കൾ ഉപയോഗിച്ച് കളികൾ കളിക്കാനും അവർക്ക് കഴിയും. കടലിന്റെ അടിത്തട്ടിൽ ഭക്ഷണം തേടുമ്പോൾ മൂക്ക് സംരക്ഷിക്കാൻ കടൽ സ്പോഞ്ചുകൾ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നതായി ചില ഡോൾഫിനുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും ആകർഷണമായ കാര്യം ഇതാ, ഡോൾഫിനുകൾക്ക് കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം തിരിച്ചറിയാൻ കഴിയും. മനുഷ്യൻ ഉൾപ്പെടെ ഏതാനും ചില ജീവികൾക്ക് മാത്രം ലഭിക്കുന്ന അപൂർവമായ കഴിവാണിത്. അതിനാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡോൾഫിനെ കണ്ടാൽ ഓർക്കുക, അത് നിങ്ങളുടെ വസ്ത്രധാരണം വിലയിരുത്തുന്നുണ്ടാകാം. ഇനി നമുക്ക് കടലുകളിൽ നിന്ന് ആകാശത്തിലേക്ക് പറക്കാം. പ്രകൃതിയുടെ പ്രശ്ന പരിഹാര പ്രതിഭകളായ കാക്കകളെ പരിചയപ്പെടാം. കാക്കകൾക്ക് ഭ്രാന്തമായ ബുദ്ധിയുണ്ട്. ഏതാണ്ട് 7 വയസ്സുള്ള ഒരു മനുഷ്യകുഞ്ഞിന്റെ അത്രയും ബുദ്ധി. അവർക്ക് മനുഷ്യമുഖങ്ങൾ ഓർക്കാനും അപകടം തിരിച്ചറിയാനും പകവീട്ടാനും കഴിയും. അതിനാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാക്കയെ ശല്യപ്പെടുത്തിയാൽ തയ്യാറാകുക, അത് പ്രതികാരം ചെയ്യാൻ അതിന്റെ മുഴുവൻ കൂട്ടത്തെയും കൊണ്ടുവന്നേക്കാം. ഇനി ചില അത്ഭുത കാര്യങ്ങൾ നോക്കാം. കാക്കകൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. കൊളുത്തുകൾ ഉണ്ടാക്കാൻ വയറുകൾ വളയ്ക്കുന്നതും മരങ്ങളിൽ നിന്ന് പ്രാണികളെ പിടിക്കാൻ കമ്പു ഉപയോഗിക്കുന്നതും കണ്ടിട്ടുണ്ട്. ചില നഗരങ്ങളിൽ കാക്കകൾ റോഡിലേക്ക് കടിച്ചാൽ പൊട്ടാത്ത ധാന്യങ്ങൾ ഇടുന്നതും അത് വാഹനങ്ങൾ കയറി പൊട്ടിക്കുന്നത് വരെ കാത്തിരിക്കുന്നതും പിന്നീട് ആ ധാന്യങ്ങൾ കഴിക്കാൻ താഴേക്ക് പറക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇത് തന്ത്രപരമായ ബുദ്ധി തന്നെയാണ്. ചില മനുഷ്യർക്ക് പോലും ബുദ്ധിമുട്ടുള്ള പസിലുകൾ ഇവർക്ക് പരിഹരിക്കാൻ കഴിയും. ഒരു പക്ഷി ലോകാവസാനം ഉണ്ടായാൽ വിശ്വസിക്കൂ, കാക്കകളായിരിക്കും അതിനെ നേതൃത്വം നൽകുന്നത്. ഒടുവിൽ ബുദ്ധി പല രൂപത്തിലും വലുപ്പത്തിലും വരുന്ന കരയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം വിവേകത്തിന്റെ സൗമ്യരായ ഭീമന്മാരായ ആനകൾ. അവർ ഒരിക്കലും മുഖം മറക്കാറില്ല. അവരുടെ മരിച്ചവർക്ക് വേണ്ടി ദുഃഖിക്കും. കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം തിരിച്ചറിയാനും കഴിയും. അവർ പെയിന്റിംഗ് ചെയ്യുന്നതും പരിക്കേറ്റ മൃഗങ്ങളെ സഹായിക്കുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും കണ്ട തെളിവുകളുണ്ട്. അടുത്തത് ആനിമൽ കിൻഡത്തിലെ നമ്മളുടെ അടുത്ത ബന്ധുക്കളായ ചിമ്പാൻസികളാണ്. അവർ നമ്മളുടെ DNA-യുടെ 98.7% പങ്കിടുന്നു. ഉപകരണങ്ങൾ ഉപയോഗിക്കാനും വേട്ടയാടുമ്പോൾ തന്ത്രങ്ങൾ മെനയാനും ആംഗ്യഭാഷ പഠിക്കാനും അവർക്ക് കഴിയും. ചില പരീക്ഷണങ്ങളിൽ ഓർമ്മ പരിശോധനകളിൽ ചിമ്പാൻസികൾ മനുഷ്യരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. മനുഷ്യരാണ് ഭൂമിയിലെ ഏറ്റവും വികസിതമായി ചിന്തിക്കുകയും നാഗരികതകൾ കെട്ടിപ്പടുക്കുകയും ബഹിരാകാശ റോക്കറ്റുകൾ നിർമ്മിക്കുകയും പിന്നെ ഇതുപോലെയുള്ള യൂട്യൂബ് വീഡിയോകൾ സൃഷ്ടിക്കുന്നതും. എന്നാൽ യാഥാർത്ഥ്യ ചോദ്യം ഇതാ, നമ്മളാണോ ഏറ്റവും ബുദ്ധിയുള്ള ജീവി, അതോ അത് തെളിയിക്കാൻ വഴികൾ കണ്ടെത്തുന്നതിൽ നമ്മൾ ഏറ്റവും കഴിവുള്ളവരാണോ? അപ്പോൾ ബുദ്ധിയുടെ പോരാട്ടത്തിൽ ആരാണ് വിജയിക്കുന്നത്? സത്യം പറഞ്ഞാൽ ബുദ്ധി പല രൂപത്തിലാണ് വരുന്നത്. മനുഷ്യർ യുക്തിയിലും സാങ്കേതിക വിദ്യയിലും ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഡോൾഫിനുകൾ ആശയവിനിമയത്തിൽ വിദഗ്ധരാണ്. കാക്കകൾ പ്രശ്ന പരിഹാരത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ആനകൾ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ചിമ്പാൻസികൾ അതിജീവന തന്ത്രങ്ങളെ മികവുപെടുത്തുന്നു. നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന രീതിയിലാണ് പ്രകൃതി ബുദ്ധിയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു ദിവസം ഡോൾഫിനുകളും കാക്കകളും ആനകളും നമ്മളെ കവച്ചു വെച്ചേക്കാം. അതിനാൽ അടുത്ത തവണ നിങ്ങൾ കടലിൽ ഒരു ഡോൾഫിനെയും ആകാശത്ത് ഒരു കാക്കയെയും കാട്ടിൽ ഒരു ആനയെയും കാണുമ്പോൾ ഓർക്കുക, ഭൂമിയിലെ ഏക ബുദ്ധിമാൻ നിങ്ങൾ ആയിരിക്കണമെന്നില്ല. ഈ ബുദ്ധിയുള്ള ജീവികളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you soon.